സോ ഗൈസ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാനൊരു ഒരു 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 പരീക്ഷണം ചെയ്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാനിങ്ങനെ വെറുതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാനൊരു ഒരു ഒരു കമൻറ്റ് കണ്ടു എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത്. ഇതാണ് ആ ഒരു കമൻറ്റ്: ഇഷ്ടമുള്ള 4 ബട്ടൺ ചൂസ് ചെയ്യാം, പക്ഷേ അത് മാത്രം വെച്ച് കളിക്കാവും, അത് വെച്ച് ബോയി അടിക്കുന്നത്. സോ ഇതാണ് നമുക്ക് കിട്ടിയ ടാസ്ക്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. എനിക്കതിൽ വർക്കൗട്ട് ആവില്ല എനിക്കറിയത്തില്ല കേസ്. ഞാൻ ആദ്യമായിട്ടാണ് 4 ബട്ടൺ വെച്ച് കളിക്കാൻ പോകണം. ഉള്ളത് വെച്ച് എന്തായാലും കളിക്കറിയില്ല. അപ്പോഴേ ഈ 4 ഇടും. എൻ്റെ കൺട്രോൾസ് മൊത്തത്തോടെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ എൻ്റെ കൺട്രോൾസ് മൊത്തത്തോടെ മാറ്റിയിട്ട് 4 എണ്ണം മാത്രം വയ്ക്കാൻ പോകണം. ഓക്കെ, എനിക്ക് ഞാൻ ഇതുവരെ ഇങ്ങനെ കളിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, ആക്ച്വലി ഞങ്ങൾ കൺട്രോൾസ് റെഡി ആക്കിയിട്ടുണ്ട്. ഫയർ ബട്ടൺ, ആ ഗണ്ണ് എടുക്കുന്നത്, പിന്നെ മെഡിക്കറ്റും ഉണ്ട്, പിന്നെ അത് ഗ്ലൂ ആണ്. സോ ഈ 4 എണ്ണേ ഉള്ളൂ. ബ്രോ പറഞ്ഞ പോലെ 4 എണ്ണം മാത്രം. ഓക്കെ, ചാടിക്കോ. എടാ പ്രജന, നീ ഇല്ലേ? നീ വന്നിട്ടില്ല. വരും 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 വരും. വന്നു. ഓക്കെ പ്രജിനുണ്ട്. ഓക്കെ, അപ്പം ഞാനും പ്രജിനും ഉണ്ട് ഗൈസ്. ആക്ച്വലി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 4 ബട്ടൺസേ ഉള്ളൂ. അതേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ സ്പ്രിൻ്റ് എടുത്തിട്ടില്ല. അത് ആക്ച്വലി ഓടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കിട്ടുന്നതുകൊണ്ട് മണ്ടത്തരം കാണിച്ചിട്ടില്ല. ഗ്ലൂ വാള്, അതുപോലെ തന്നെ ഗൺ എടുക്കുന്നത്, പിന്നെ എന്തിട്ടാ മെഡിക്കറ്റ് എടുത്ത് കണ്ട. ഈ ഒരു 4 ബട്ടൺ എടുത്തിട്ടുള്ളൂ. ഗൺ എടുക്കുന്നത്, ഗ്ലൂ വാള്, മെഡിക്കറ്റ്, ഫയർ ബട്ടൺ, ഇത്ര എടുത്തിട്ടുള്ളൂ ഗൈസ്. ഇത് വെച്ചാണ് നമ്മളിന്ന് ബോയി അടിക്കാൻ പോകുന്നത്. ബോയി അടിക്കാൻ പോകുന്നതല്ല, ബോയി അടിക്കും. ഇത് വെച്ചിട്ടൊന്നും ബോയി അടിക്കും. ഇതിൽ എത്രാത്ത വട്ടമാണ് ട്രൈ ചെയ്തിട്ട് ഇപ്പോഴും അറിയത്തില്ല. ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ തിരിച്ച് ഇത് വഴി ചാടി ഇറങ്ങാൻ പറ്റത്തില്ല. തിരിച്ച് വന്ന വഴി ഇറങ്ങേണ്ടി വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കൂടെ നിൽക്കട്ടാ. ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇറങ്ങിയ പാടത്തിന് തിരിച്ച് വേറെ ഒന്നും ഇല്ലേ, പെട്ടേ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഈ ഒരു മാച്ച് ബോയി അടിക്കും. ഈ ഒരു മാച്ച് എന്തായാലും ബോയി അടിക്കും. ഈ ഒരു മാച്ച് ബോയി അടിച്ചിരിക്കും. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്, ഉറപ്പാണ്. അവൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെന്തായാലും അടിച്ചിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത കണ്ടന്റിൽ ആ ഒരു ചലഞ്ച് സെറ്റ് ചെയ്യാനാണ് ഉള്ള. ഇതിൻ്റെ മേളിലൊക്കെ വലിച്ച് കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എടാ, നിന്നെപ്പറ്റി എന്ത് വിചാരിച്ചു? ഇനി ഇതൊക്കെ വെച്ച് കയറും, ഇതൊക്കെ വെച്ച് പിരിഞ്ഞ് കൊതു അടിച്ച് ചാടാൻ പറ്റത്തില്ല. അത് ഏറ്റവും വലിയ പ്രശ്നം. വീട്ടിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടു. പിന്നെ ഏത് വഴി കയറിയോ അത് വഴി ഇറങ്ങേണ്ടി വരും. അതാ ഏറ്റവും വലിയ ടാസ്ക്. എടാ, ഇനിമയാണോ? പെട്ടെന്ന് എല്ലാത്തിനെയും തീർത്ത കാര്യം കഴിയും. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിന്റെ അടുത്ത് എനിമയുണ്ടോ? അടുത്ത് അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസിപ്ലിൻ. ഇനിമിണ്ടോന്ന് ചോദിക്കേണ്ട താമസം ഒരുത്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ്. എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി ഞാനിവിടെ പറയണ ആരുമില്ല. അടുത്തത് തിരിച്ചിറങ്ങണോടാ, അതാ ഏറ്റവും വലിയ തൊല്ല. ഞാൻ ആക്ച്വലി ഇതിൻ്റെ മേളിൽ കയറി നോക്കട്ടെ. ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കയറി നോക്കാം. അവിടെ പറ്റൂടാ. മേളിൽ കയറാൻ പറ്റും. പ്രശ്നം താഴെ നിൽക്കും. ഞാൻ ഇവിടെ മേളിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നല്ല ഡാമേജ്. ഒരു നെയ്ഡ് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. ഇതോ പോകുന്നു. സ്കോപ്പ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, നോക്കടാ. ഓക്കെ ഗൈസ്, 2 പേരെ കൊന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നോക്ക്. സെറ്റടാ, സെറ്റ്. ഇവിടെ 4 ബട്ടൺസ് ഒക്കെ വെച്ച് കളിക്കാൻ പറ്റി കേട്ടോ. ഞാനൊരു സീൻ ഉണ്ട്. ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഓക്കെ, അവൻ്റെ അടുത്ത ടീമുണ്ട്. എടാ, അവനവിടെ പോയി ഗൈസ്. ഇത് വെച്ച് ആക്ച്വലി കളിക്കാൻ നല്ല പാടാണ്. നമ്മൾ വിചാരിക്കും പോലെ അല്ല സംഭവം. നമുക്ക് ആക്ച്വലി നമ്മൾ ഈ ഓടാൻ നേരത്തെ ചാടാൻ നേരത്തൊക്കെ ആ ബട്ടൺസ് യൂസ് ചെയ്ത് എനിക്ക് ആക്ച്വലി അതാണ് ഇങ്ങനെ ഇതായിട്ട് വരുന്നത്. പക്ഷേ അഹങ്കാരം പറയില്ലട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു.
കളിക്കാൻ നേരത്ത് അധികം യൂസ് ചെയ്യാൻ പറ്റാത്തോണ്ടുള്ള നല്ല ഡാമേജ്. നോക്കില്ല നമ്മളിതേക്കോ. പ്രശ്നമൊന്നുമല്ല, ഇരിക്കാനൊന്നും പറ്റത്തില്ലേ, അതാ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഓടി നിൽക്കേണ്ടി വരും. അല്ലോ താഴെ ഇറങ്ങണം നമുക്കിപ്പോൾ. എന്തായാലും താഴെ ഇറങ്ങണം. ഞാൻ ഒന്ന് ചത്ത വന്ന് പൊക്കോടാ. ഗൈസ് അങ്ങനെ നമ്മൾ 4 കില്ല് എടുത്തു. എടാ ഏറമുണ്ട് ആവശ്യമുണ്ട്. ആക്ച്വലി നമുക്കിപ്പോൾ 4 കില്ല് ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് കില്ല് ആവശ്യമുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ വിചാരിക്കും പോലെ അല്ല കേട്ടോ ഗൈസ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കളിച്ചു നോക്കണം ഇങ്ങനെ 4 ബട്ടൺ മാത്രം വെച്ചിട്ട്. അവിടെ ആക്ച്വലി നല്ല തൊല്ലയാണ്. അമ്മ ആക്ച്വലി സാധാ കളിക്കുന്ന ഫയർ ബട്ടണൊക്കെ വെച്ചിട്ടല്ലേ ജമ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി ജമ്പിലോട്ടൊക്കെ കൈ പോവും. ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തും മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ ആവാത്തത്. പക്ഷേ സ്റ്റിൽ എൻ്റെ കൈ ജമ്പിലോട്ടൊക്കെ പോകുന്നുണ്ട്. Full many jump up where serenely underneath the unfathomed ocean unblossom. മാച്ച് ബോയ് അടിച്ചില്ലെങ്കിൽ പുറത്തിന്റെ മുട്ട അടിക്കും നമ്മൾ. ആംബ്രോയുടെ മുട്ട നമ്മൾ അടിപ്പിക്കുമല്ലോ. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. തുടക്കത്തിൽ എല്ലാവർക്കും മുടിയുണ്ട്. എടാ എനിമിടാ 5 കില്ല് ആയിട്ടുണ്ട്. എന്താണ് ബ്രോ അപ്പുറത്തറ. ആക്ച്വലി പ്ലേയേഴ്സും ഉണ്ട് ബോട്ടും ഉണ്ട്. എടാ പ്രജനെ സപ്പോർട്ട് ചെയ്തോണേ. ഇവിടെ ഉണ്ടായിരുന്നടാ. എടാ ഇപ്പൊ ഞാൻ ഇവിടെ ഒരുത്തിനെ കണ്ടായിരുന്നടാ. അവൻ എവിടെ പോയി? നീ കൊന്നായിരുന്നോ? ഓക്കെ പക്ഷെ ഇപ്പൊ ഒരുത്ത ഉണ്ടായിരുന്നടാ. ഇല്ല ഒരുത്തിനുണ്ടായിരുന്നു. ഓക്കെടാ പൊളി സെറ്റ്. അപ്പൊ ആക്ച്വലി ഇവിടെ നിന്നിപ്പം നമുക്ക് നല്ല ഒരു വൈപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. 8 കില്ല്. നിനക്ക് എത്ര കില്ല? എനിക്ക് 2. ഓക്കെ 8 ടോട്ടൽ 10 കില്ല്. ഓക്കെ ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഗെയിമിനകത്ത് ഇപ്പോഴത്തെ ബോട്ടുകളെ ഒന്നും വിശ്വസിക്കരുത് ഗൈസ്. അത് നിങ്ങൾ ബോട്ടാണെന്ന് പറഞ്ഞ് ചെന്ന് കയറും, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അത് ബോട്ടാണെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ പിറകെ ഓടും. ആ ഓടുന്നത് മാത്രമേ ഓർമ്മ കാണും, പിന്നെ ഒന്നും ഓർമ്മ കാണത്തില്ല. ബോട്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇപ്പോഴത്തെ ബോട്ടിനെല്ലാം ഒടുക്കത്തെ ബുദ്ധിയാണ്. അടിക്കുന്നൊക്കെ വണ്ടേപ്പം ഈ ബോട്ട് ഇങ്ങനെ പിറകെ ഓടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബോട്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ ചെന്ന് കയറി കൊടുക്കും. അതാണ് ഏറ്റവും വലിയ പണ്ടത്തരം. ഇത് എത്ര വട്ടം ബോട്ട് അടിച്ചു കൊടുത്ത് ഒടുക്കത്തെ കളിയാടാ. PC കളിക്കുമ്പോഴാണ് ഒരു ബോട്ട് കളിക്കുന്നത്. ചന്ദ്രാ യുവമാരൊക്കെ ഏതാ ഗരീരേ? ഇപ്പൊ ഞാനാണോ പ്ലെയർ, ബോട്ടാണോ പ്ലെയർ? ഇതിലൊക്കെ ബോട്ട് അടിച്ച് കൊല്ലുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ മരിച്ചാ മതി. അപ്പൊ ആക്ച്വലി 15 പേരും കൂടി, 15 അല്ല 13 പേരും കൂടി ബാക്കി അറൗണ്ട് 10 കില്ല് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. പ്രശ്നം വാടൻ്റെ പിറകെ വന്നു എങ്ങോ കാരണം ഇനി ടീം കാണാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ബാഗൊക്കെ ക്യാഷ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. നമ്മൾ കളിക്കാൻ വേണ്ടി മാത്രം 4 ബട്ടൺ യൂസ് ചെയ്യണം. പക്ഷേ ഞാൻ ടോട്ടലി 4 ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗെയിമിനകത്ത് മൊത്തം 4 ബട്ടൺ. അപ്പം നമുക്ക് ആക്ച്വലി സ്പ്രിൻറ്റ് ജമ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു മാച്ചിന് ആവശ്യമുള്ള 4 ബട്ടൺ എടുക്കാനാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഗെയിമിനകത്ത് 4 ബട്ടൺ മാത്രമാക്കി. എങ്ങനെ കുറച്ചും കൂടി ടാസ്ക് അല്ലേ? അതാകുമ്പോൾ ഒരുപാട് ടാസ്ക്. നമുക്ക് ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഒരു പടി കയറണമെങ്കിൽ കൂടി ഈ സ്പൈഡറിൻ്റെ സാധനം വേണം, അല്ലാണ്ട് കയറാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് ബോട്ടായിരിക്കും, പക്ഷെ നമ്പരുത്. എടാ നിന്റെ അടുത്താണോ? ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക്? ആ ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്ത് അവനൊന്ന് പുറത്തിറങ്ങാൻ അടിക്കാം. വീണടാ തറയി വീണടാ. ഇല്ല ഒരു വിഷയമില്ല, ഒരു കുഴപ്പമില്ല.
ഒന്നും പറ്റിയിട്ടില്ല. സെറ്റാണ്. മേളിലാണോ? ഇവിടെ അടുത്തുണ്ട്. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ഇവിടെ കുട്ടി മോളെ വന്നോ ഇപ്പൊ? ഇതൊക്കെ ആരാ? ഗൈസ് ബൂയി അടിച്ചു. സെറ്റ്. എടാ മോനെ നോട്ട് എ സ്റ്റാർ, നീ പറഞ്ഞ പോലെ വെറും 4 ബട്ടൺസ്. നീ 4 ബട്ടൺ വെച്ച് കളിക്കാനാണ് പറഞ്ഞത്. ഞാൻ 4 ബട്ടൺസ് ഗെയിമിനകത്ത് വെച്ചിട്ടുള്ളൂ. അത് വെച്ച് ബൂയി അടിച്ചിട്ടുണ്ട്. അടുത്ത ടാസ്ക് തരും, കമൻറ്റ് ചെയ്യൂ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ബൂയി അടിച്ചിട്ടുണ്ട്. ഐ എം ഹാപ്പി. സോ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കോണ്ടൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റും കൂടി ചെയ്തേക്കുക. നിങ്ങളൊക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. അടുത്ത വീഡിയോ കാണും വരെ ബൈ ഗൈസ്. ലവ് യു ഗൈസ്. ടാറ്റാ, ഗുഡ് നൈറ്റ്.